ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യമായ ഇഞ്ചി കൃഷി ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇഞ്ചി കൃഷി ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ ഇഞ്ചി പച്ചക്കറി കടയിൽ നിന്നും നല്ല ഇഞ്ചി നോക്കി വാങ്ങി, പിന്നീട് അതൊരു നനഞ്ഞ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് വെച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനവ് കൊടുത്തിരുന്നു. തുണിയിൽ നല്ല വെള്ളം നനവ് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ചിരുന്ന ഇഞ്ചി ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല മുളയായിട്ട് വന്നു. ഈ ഇഞ്ചി നമുക്ക് നടാൻ പറ്റിയ നല്ല കറക്റ്റ് പരുവമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചി എങ്ങനെയാണ് കൃഷി സ്ഥലത്തിൽ നടുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇഞ്ചി നമുക്ക് നടാനായിട്ട് ആദ്യം വേണ്ടുന്നത് ഇതുപോലെ ഇഞ്ചിക്ക് പണ കോരുക എന്ന് പറയും. ഈ മണ്ണ് മേലോട്ട് കയറ്റി വെച്ച് ഇതുപോലെ വെക്കുന്നതിനാണ് പണ കോരുക അല്ലെങ്കിൽ വാര കോരുക എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലിവിടെ പണ കോരുക എന്ന് പറയും. അങ്ങനെ ഈ ചായ നേരത്തെ കുറച്ച് ഇങ്ങനെ പണ കോരി വെച്ചിരുന്നു. ഇപ്പോൾ അതിനെ ഒന്നും കൂടെ ഒന്ന് ഫൈനലൈസ് ചെയ്ത് ക്ലിയറാക്കി കിളച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് ഇഞ്ചി നടാനായിട്ട്. അങ്ങനെ കോരി വെച്ച പണയിൽ ഒരു ലെയറിൽ 3 കുഴിയായിട്ട് എടുക്കുകയാണ്. 3 ചെറിയ ചെറിയ കുഴികൾ എടുക്കുകയാണ് നമുക്ക് ഇഞ്ചി നടാനായിട്ട്. ഇങ്ങനെ എടുത്ത കുഴികളിലാണ് നമ്മൾ ഇഞ്ചി നടാനായിട്ട് പോകുന്നത്. നമ്മൾ ഇഞ്ചി കൃഷിക്കായിട്ട് എടുത്ത കുഴികളിൽ ചരലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി കുഴികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് ഓരോ കുഴിയിലും ഓരോ പിടി ചാണകവും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. തുടർന്ന് നമ്മൾ ആ കുഴിയിൽ രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എല്ലുപൊടിയാണ്. ഒരു പിടി എല്ലുപൊടി നമ്മുടെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2-3 കുഴികൾ ഇട്ട് കൊടുക്കാം. അത്രയും അളവിലിട്ട് കൊടുത്താൽ മതി. ചാണകപ്പൊടി എല്ലുപൊടിയും ഇട്ട് കൊടുത്ത കുഴിയിലേക്ക് വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചാരമാണ്. ചാരം കുറച്ച് ഒരല്പം, ഒത്തിരി ആവശ്യമൊന്നുമില്ല. ചിരിച്ച് ചാരം നമുക്ക് ആ കുഴികളിലെല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ ചാണകപ്പൊടിയും എല്ലുപൊടിയും ചാരവും കൂടി ഇട്ട കുഴിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 3 കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി നടാം. അങ്ങനെ ചാണകപ്പൊടിയും എല്ലുപൊടിയും ചാരവും കൂടി മിക്സ് ചെയ്ത കുഴിയിലേക്ക് നമുക്ക് ഇതുപോലെ ഇഞ്ചി ചെറിയ ചെറിയ പീസുകളാക്കി, മുളയുള്ള ഭാഗങ്ങൾ നോക്കി നല്ല ചെറിയ ചെറിയ പീസുകളാക്കി ആ കുഴിയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇഞ്ചിയുടെ മുകളിലേക്ക് അല്പം മേൽമണ്ണ് ഇട്ട് കൊടുത്ത് നമുക്ക് ഇഞ്ചി മൂടാം. മേൽമണ്ണിട്ട് മൂടി ഇഞ്ചിയുടെ മുകളിലേക്ക് നമുക്ക് അല്പം ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയെല്ലാം നട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ പൊത വെച്ച് കൊടുക്കാം. അത് ഞങ്ങൾ പോലക്കീറാണ് വെച്ച് കൊടുത്തേക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ